ഹിമാലയൻ സ്ഥാനുക്കളിൽ കൊടുമഞ്ഞത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാൻ ഈ വീഡിയോ കാണാനിടയായത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവർ ചെയ്യുന്നത്? സാക്ഷാൽ സ്വാമി യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കൂടിയിരിക്കുന്നവർക്ക് എന്തെങ്കിലും അറിയാമോ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന്? 1990 ശേഷമാണ് എൻ്റെ അറിവിൽ ഈ ബെന്തക്കോസ്ത് എന്ന് പറയുന്ന സഭ കേരളത്തിൽ ഇത്ര വ്യാപകമായത്. അതിനു മുമ്പ് വരെ ഇവർ അത്രയധികം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. വിദേശത്ത് നിന്നും ഫണ്ടുകൾ വന്നുവെന്നും ആ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവർ നമ്മുടെ നാട്ടിൽ ഇത്ര ശക്തി പ്രാപിച്ചതെന്നുമൊക്കെ പല കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ അതൊക്കെ നമുക്ക് മറന്നേക്കാം. ആദ്യകാലങ്ങളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1990 കാലഘട്ടത്തിൽ എൻ്റെ വീടിനടുത്തുള്ള പല ആളുകളും ബെന്തക്കോസ്തിലേക്ക് മതം മാറുകയുണ്ടായി. അങ്ങനെ ഈ മതം മാറിയവരുടെ വീടുകളിൽ നടക്കുന്ന പ്രാർത്ഥനകൾ ഞാൻ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെയുള്ള ആളുകൾ ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നതിനിടയിൽ ചാടിത്തുള്ളി മതിച്ച് അമ്പടത്തുമ്പടത്തുമ്പടത്തുമ്പടത്തുമ്പട പറയുമ്പോൾ അവർ പറയുന്നു അത് മറുഭാഷയാണ് എന്ന്. ദൈവം, അതായത് ഹോളി സ്പിരിറ്റ് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് അവർ ഈ ഭാഷ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ആദ്യമായി ഈ ഹോളി സ്പിരിറ്റ് കയറുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഓർമ്മയുണ്ട്. അവളെക്കുറിച്ച് നാട്ടിൽ എല്ലാവർക്കും നന്നായി അറിയാം. ആ കുട്ടിയുടെ ശരീരത്തിൽ ഇതിനു മുമ്പും ഒരുപാട് ഹോളി സ്പിരിറ്റുകൾ, നാട്ടിലുള്ള പല ആളുകളുടെയും ഹോളി സ്പിരിറ്റുകൾ നന്നായി കയറി ഇറങ്ങിയതാണ്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തേക്കാണോ ഈ ഹോളി സ്പിരിറ്റ്, അതായത് പരിശുദ്ധാത്മാവ് കയറുന്നത്? എന്നിട്ട് ആ സ്ത്രീ പിച്ചുമ്പയും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിച്ചു നോക്കൂ, ഈ ശരീരത്തിൽ ഹോളി സ്പിരിറ്റ് കയറുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമിരിക്കുന്നവർ ചിലരുടെ ദേഹത്ത് പരിശുദ്ധാത്മാവാണ് പ്രവേശിക്കുന്നതെന്ന് പറയുന്നു. അയാളുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അയാളുടെ ശരീരത്തിൽ ഹോളി സ്പിരിറ്റ് പോയിട്ട് ഒരു സാധാ സ്പിരിറ്റ് പോലും കയറുമോ? എന്തിനാണ് ഇങ്ങനെയുള്ള കാപട്യങ്ങളിൽ നിങ്ങൾ പെടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ എനിക്കറിയാം, ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഈ പറയുന്ന പോലെ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിലും ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. കരന്റെ മുകളിലൂടെ നടക്കുകയും ശൂലം കുത്തി തുള്ളുകയും ഗരുഡം തൂക്കവും അങ്ങനെയുള്ള പല അനാചാരങ്ങളും ഹിന്ദു സമൂഹത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം സമൂഹത്തിലും ഉണ്ട് അനാചാരങ്ങൾ. പക്ഷേ ഈ കാണുന്നത് അതിലും വലിയ ഒരു ദുരന്തമാണ്. കാരണം എന്തെന്നാൽ അന്ന് ഇവരുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ ഒന്നോ രണ്ടോ പേർക്ക് ബാധിച്ചിരുന്ന ഈ ബാധ ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനത്തിനും ബാധിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രയർ ഗ്രൂപ്പുകൾ കൂടി വന്നാൽ കേരളം മുഴുവൻ പ്രാന്തന്മാരുടെ ഒരു വലിയ ഒരു സങ്കേതമാകാനുള്ള സാധ്യതയില്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പെന്തക്കോസ്തുകാരൻ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കാൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ നാളെ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാകുമെന്ന്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ കുട്ടികളെയൊക്കെ നിങ്ങൾ കാണൂ. അവർ ഇന്ന് സുഖമായി ഇവിടെ മാനസികമായ നല്ലൊരു മാനസിക നിലയിൽ ജീവിച്ചു പോകുന്നവരെ ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് തള്ളിയിട്ടാൽ നാളെ ആ കുട്ടികൾക്കും ഇതേ ഗതി ഉണ്ടാവുകയില്ലേ? ഇനി സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്ന് ഇങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രയറിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതേണ്ട കാര്യം ഇതാണ്: നാളെ നിങ്ങൾക്കും ഇതുപോലെ ഒരു ഗതി ഉണ്ടാകും. എന്റെ തപശക്തിയിൽ ഞാൻ കണ്ടെത്തിയ മറ്റൊരു കാര്യമുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾ, നാട്ടിൽ ഇവന്റ് മാനേജ്മെന്റ് ടീംസിനെ നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം. അവർ ഓരോ പാർട്ടികൾ നടത്തും. DJ പാർട്ടികൾ നടത്തുമ്പോൾ അവിടെ DJ അടിച്ചു പൊളിക്കുന്ന സമയത്ത് എല്ലാവരും നിന്ന് തുള്ളും. ഇങ്ങനെ ഇത്തരം തുള്ളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ തുള്ളുകൾ തുള്ളുമ്പോൾ പലരും തുള്ളാതെ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടാവും. അവർക്ക് എടുത്തു ചാടി തുള്ളാറുള്ള ഒരു മടി കൊണ്ടായിരിക്കും അവർ തുള്ളാത്തത്. ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമിലുള്ള ചില ഡാൻസേഴ്സ് ഇവരുടെ ഇടയിലുണ്ടാവും. അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇവർ ഒരുതരം ഡപ്പാങ്കത്ത് തുള്ളക്കത്തുള്ളൂ. അപ്പോൾ ഈ കണ്ടു നിൽക്കുന്നവരെ എന്നിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഈ കണ്ടു നിൽക്കുന്നവൻ ഇതിന്റെ കൂട്ടത്തിൽ തുള്ളാൻ തുടങ്ങും. അപ്പോൾ അവർ ആ കൂട്ടത്തിൽ തുള്ളി എല്ലാവരെയും അങ്ങോട്ട് ഒരു മൂടിലേക്ക് എത്തിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഇടയിലും നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം നിങ്ങൾ കാണുന്ന തുള്ളലുകാരൊന്നും അത് ഒറിജിനലൊന്നുമല്ല. മറിച്ച് ഇതുപോലെ ഇയാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തുള്ളൽക്കാരും മതിക്കൽക്കാരും അവിടെ കിടന്ന് തുള്ളുകയും മതിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രയർ, 2 പ്രയർ, 3 പ്രയർ, ആഴ്ചയിൽ 3-4 പ്രയർ അറ്റൻഡ് ചെയ്യുന്നവർ ഒരു വർഷം ഈ മാമാങ്കത്തിനിടയിൽപ്പെട്ടാൽ അവർക്കും ഇതേ ഗതി ഉണ്ടാവുകയില്ലേ? നിങ്ങളും അറിയാതെ തുള്ളിപ്പോകുന്നു. നിങ്ങൾ തുള്ളി അവസാനം ഇവരോടൊപ്പം നിന്ന് എല്ലാവരും കൂടെ തുള്ളുന്നു. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ നേട്ടം? ഒരു പ്രത്യേകതരം പ്രാന്ത് മറ്റുള്ളവരിലേക്ക് പകർത്തിയതോ? ഇതൊരു മാനസിക രോഗമാണ്. ഇവരെ കണ്ടാലറിയാം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരിപാടികളിൽ കുട്ടികളെ കൊണ്ടുപോകരുത്. ഈ പ്രാർത്ഥനാ യോഗത്തിൽ നമുക്ക് കാണാം കൊച്ചു കുട്ടികൾ ഈ തള്ളയും തന്തയും കിടന്ന് തുള്ളുന്നത് പോലെ നോക്കി നിന്നിട്ട് കാണാം. നോക്കൂ, ആ കുട്ടികൾ നോക്കുന്നത് കാണുന്നില്ലേ? അവർ നോക്കി നിൽക്കുന്നു. ഈ തുള്ളൽ കണ്ട് അവരും തുള്ളി മതിച്ച് വീഴുകയാണ്. എന്തിനെന്നറിയാതെ ഇത് പിന്നീടൊരു ഭ്രാന്ത് പോലെയാകും. അതാണ് ഇവിടെ കാണുന്നത്, ആ ഭ്രാന്തന്മാരുടെ ഒരു വൻ കൂട്ടായ്മ. ഇനി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ബെന്തിക്കോസ്റ്റിൽ ചേരണോ വേണ്ടയോ? ബെന്തിക്കോസ്റ്റിൽ ചേർന്നാൽ നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും അവസ്ഥ ഇങ്ങനെയാകും. മുഴുഭ്രാന്തനെ പോലെ നിന്ന് തുള്ളുവാനും അലറുവാനുമാണോ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? മറ്റൊരു തന്ത്രം, എന്റെ തപസ്സിൽ നിന്നും ഞാൻ കണ്ടെത്തിയ മറ്റൊരു തന്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതുപോലുള്ള പ്രയർ മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ളവർ നിന്ന് തുള്ളുകയും മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത് കണ്ട് നിങ്ങൾ മറിഞ്ഞു വീഴുന്നു. അതുപോലെ തന്നെ എന്റെ ഒരു അറിവിൽ തെളിഞ്ഞതാണ് ഇവർ പൈസ കൊടുക്കുന്നത്. നിങ്ങളുടെ ചുറ്റും ആളുകൾ ഇരിക്കുന്നു.
അവർ അവിടെ ഇരുന്നുകൊണ്ട് 500, 1000 ഒക്കെ കൊടുക്കും, 2000 കൊടുക്കും. ഇപ്പൊ 500, 1000 ആയിരിക്കും. 2000-ന്റെ നോട്ടുകൾ എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയില്ല ഇത് ഇയാളുടെ ആളുകൾ തന്നെയാണ്. ഇവരുടെ ആളുകൾ നിങ്ങളുടെ അപ്പുറത്തിരുന്ന് 100 കൊടുക്കുമ്പോൾ നിങ്ങളും 100 കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ശരിക്കും ഒരു 150 രൂപയെ കാണുകയുള്ളൂ. അത് ശീലമാക്കുന്നു. അവിടെ അങ്ങനെയാണ്, അവിടെ ഇത്ര രൂപ കൊടുക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാക്കുന്നു. അങ്ങനെ ഇവർ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന പല സംഭവങ്ങളും എനിക്കറിയാം. എന്റെ തപസ്സിൽ നിന്നും ഞാൻ കണ്ടെത്തിയ ചില സത്യങ്ങളാണ് ഇതൊക്കെ. ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ ബന്ധുക്കോസ്റ്റുകാരെന്ന് പറയുന്ന ഈ സഭ തുടങ്ങുമ്പോൾ ആദ്യകാലത്ത് ഇവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു സുപ്രഭാതത്തിൽ കുറെ ആളുകൾ അവിടെ പ്രയർ, ഇവിടെ പ്രയർ, അങ്ങനെയൊക്കെ. അന്ന് ഇവർ സ്വർണ്ണം ഉപയോഗിക്കില്ല. ഇവരെല്ലാവരും അവരുടെ സ്വർണ്ണം ഊരി മാറ്റിവെച്ചു. ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ബൈബിളിലോ എവിടെയോ പറഞ്ഞിട്ടുണ്ടത്രേ. അന്ന് വെള്ള വസ്ത്രങ്ങൾ ഒരുപാട് വിറ്റഴിഞ്ഞു. ഈ ബന്ധുക്കോസ്റ്റുകാരെല്ലാം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വെള്ള വസ്ത്രം അണിഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു 95, 2000 ഒക്കെ ആയപ്പോഴേക്കും ആ ചിട്ടങ്ങളൊക്കെ കുറച്ച് മാറ്റി. എപ്പോഴും ഇങ്ങനെ ഹിമാലയത്തിൽ നിന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അയക്കാൻ സാധിച്ചെന്ന് വരില്ല. വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് ഉപദേശങ്ങളൊക്കെ തരാം. ഏത് മതത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ഉടായ്പകളെ കണ്ടാൽ തിരിച്ചറിയാൻ മാത്രം പഠിച്ചാൽ മതി. ഇന്നത്തെ കാലത്ത് ഇവനെ പോലെയുള്ള കള്ളന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങളുടെ തലമുറയ്ക്ക് ഇത് വലിയൊരു ദോഷമായി മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതിന് പോകാതിരിക്കുക. ഇനി ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവരെ ആട്ടിപ്പായിക്കുക, അവരെ കാണിച്ചു കൊടുക്കുക. ദാ ഇങ്ങനെ ആവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ മനുഷ്യരായി ജീവിച്ചോളാം, ഞങ്ങൾക്ക് അബോധാവസ്ഥയിലേക്ക് പോകാൻ ഇപ്പോൾ തൽക്കാലം താല്പര്യമില്ല. അഥവാ എനിക്ക് എന്തെങ്കിലും ഭ്രാന്തിളകുകയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനസിക നില തെറ്റുകയോ ചെയ്താൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഇവരെ ഇറക്കി വിടുക. അത് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ.